കേരളത്തിൽ ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത് ഭരണം ആരംഭിച്ചിരിക്കുന്നു. ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജനപ്രിയമായ നിരവധി പ്രഖ്യാപനങ്ങളോടുകൂടെ വി.ഡി. സതീശൻ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുന്നു. അടിയന്തരമായി ഇടപെടേണ്ട വിഷയങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കാം. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് മലയിടം തുരുത്തെന്ന് പറയുന്ന സ്ഥലത്ത് കുറേ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാൻ പോലീസ് അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തി. കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് പോലീസ് ഓടിയെത്തിയത്. പക്ഷേ അതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറേണ്ടതായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും കോടതിയോട് സാവകാശം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ വിഷയമെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. 50 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭൂമുടമ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കുടിയേറി പാർക്കുന്ന ആളുകൾക്കെതിരെ കോടതിയെ സമീപിക്കുന്നു. ദീർഘകാലങ്ങൾ നീണ്ട ഈ കോടതി വ്യവഹാരത്തിനൊടുവിൽ കോടതി പ്രഖ്യാപിക്കുന്നു, അടിയന്തരമായിട്ട് അവിടെ പാർക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിച്ച് ഈ സ്ഥലം ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കണം. കോടതിയുടെ നിർദ്ദേശം വന്നതോടുകൂടെ പോലീസ് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടു. എന്നാൽ പുതിയ ഗവൺമെൻറ് വന്നേ ഉള്ളൂ. ഗവൺമെൻറ് നിലപാട് എന്താണെന്ന് അറിയത്തില്ല. അതിനു മുൻപ് തന്നെ ഒരു ആക്ഷനിലേക്ക് പ്രവേശിക്കുവാനുള്ള ശ്രമമാണ് നടന്നത്. അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. അതൊന്നുമല്ല വിഷയം. എന്നാൽ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് വി.ഡി. സതീശൻ ഇടപെട്ടു എന്നുള്ളതാണ്. അങ്ങനെ കോടതിയോട് സാവകാശം ചോദിച്ചിരിക്കുന്നു. ശരിയാണ്, അവിടെ കാലങ്ങളായി അവിടെ പാർത്തുകൊണ്ടിരിക്കുന്ന ഈ ദളിത് കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം. അവർക്ക് ലഭിക്കേണ്ട നീതി എന്തെന്ന് ചോദിച്ചാൽ ഇതിന് തുല്യമായൊരു സ്ഥലം പാർക്കുവാൻ വേണ്ടി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കാതെ അവർ പാർക്കുന്ന ഇടത്ത് നിന്ന് അവരെ കുടിയൊഴിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് അനീതിയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ് ആ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. എന്നാൽ ഇതിന് സമാനമായ ഒരു സംഭവം സമീപകാലത്ത് തന്നെ നടന്നു. അതായത് ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ നടന്ന് അതിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതിന് 2 ദിവസം മുമ്പ് ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ പഞ്ചായത്തിലുള്ള പൂപ്പാറ എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് ദീർഘനാളുകളായി ഒരു പുഴയോരത്ത് താമസിച്ചുകൊണ്ടിരുന്ന 50ഓളം കുടുംബങ്ങളെ അവിടുന്ന് കുടിയിറക്കി വിട്ടു എന്നുള്ളതല്ല അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ഒരു ബുൾഡോസർ രാജിലൂടെ 88 കെട്ടിടങ്ങൾ അവിടെ തകർക്കുകയായിരുന്നു. അതായത് ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ല, ഒരു കാവൽ ഗവൺമെൻറ് മാത്രമാണുള്ളത്. അങ്ങനെ അടിയന്തരമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുവാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ടവരായ തേയിലത്തോട്ടം തൊഴിലാളികൾ പാർക്കുന്ന സ്ഥലം, അവരാരാധിക്കുന്ന ആരാധനാലയങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ജില്ലാ ഭരണകൂടം ഇടിച്ചു നിരത്തി എന്ന് പറയുന്നത് കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ബുൾഡോസർ രാജ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതങ്ങ് ഉത്തരേന്ത്യയിൽ യു.പിയിലോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ നടക്കുന്ന കാര്യമായിട്ടാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ നമ്മൾ പാർക്കുന്ന ഈ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ശാന്തമ്പാറയിൽ 88 കെട്ടിടങ്ങൾ ഒരു മുന്നറിയിപ്പില്ല എന്ന് പറയുന്നത് ശരിയല്ല. 24 മണിക്കൂർ മുമ്പ് ഇവരോടെല്ലാം ഈ പ്രദേശത്തു നിന്ന് ഒഴിവായി പോകണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് 24 മണിക്കൂറിനകം അവരവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? എവിടേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത്? അതിനൊരു സംവിധാനവും ഒരുക്കാതെ ഈ 50ഓളം വരുന്ന കുടുംബങ്ങളെ അതിദയനീയമായ നിലയിൽ, നിഷ്ഠൂരമായ നിലയിൽ അവരുടെ കെട്ടിടങ്ങൾ മുഴുവൻ ബുൾഡോസർ ഉപയോഗിച്ച് നിരത്തിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. ഇതിനൊരു ന്യായം പറയുവാനുണ്ട്. അതായത് ഈ പൂപ്പാറ സിറ്റിയിൽ വയനാട്ടിലുണ്ടായതുപോലെയുള്ള ഒരു ഉരുൾപൊട്ടലോ ദുരന്തമോ ഉണ്ടായാൽ പുഴയോരത്ത് കുടിയേറി പാർക്കുന്ന ഈ കുടുംബങ്ങളെല്ലാം അതിനകത്ത് പെടുമെന്നുള്ളത് കൊണ്ട് ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു നീക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഇവർക്ക് ഇവിടെ പാർക്കുവാൻ അവകാശമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതായത് പുഴയുടെ തീരത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ കുടിയേറി പാർക്കുന്നവരാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ. ഇന്നലെ അല്ല കേട്ടോ അവരവിടെ കുടിയേറി പാർക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് അവരെല്ലാം അവിടെ പാർക്കുന്നവരാണ്. അവരവിടെ വീടുകൾ വെച്ചു. പഞ്ചായത്ത് അവർക്ക് അവിടെ വഴി കൊടുത്തു, ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി കൊടുത്തു. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് ഈ ജനങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ പാർക്കുകയും ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അപ്പം ഇത് 24 മണിക്കൂറിൻ്റെ ഒരു മുന്നറിയിപ്പ് മാത്രം നൽകിയിട്ട്
ഇത് പൊളിച്ചു കളഞ്ഞത് അനീതിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത് പൊളിച്ചു കളയുന്നതിന് മുമ്പ് ഇത്രയും 50 കുടുംബങ്ങൾക്ക് കയറിക്കിടക്കുവാൻ ഒരു സ്ഥലമുണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടേ ഈ പൊളിച്ചു കളയുവാനായിട്ട്? അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? അതിനുള്ള പണം കൊടുക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇത്രയും കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അവരുടെ ജീവിതകാലത്ത് അവർ സമ്പാദിച്ച മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ഒരവസ്ഥ UP-യിലല്ല, ഗുജറാത്തിലല്ല, രാജസ്ഥാനിലല്ല, ഛത്തീസ്ഗഡിലല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. ഈ ബുൾഡോസർ രാജിനെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സാർ ഇതിനകം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടിയന്തരമായ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയാണ്, ലോക്കൽ മാധ്യമങ്ങളിലും നമ്മുടെ TV ചാനലുകളിലുമൊക്കെ ചെറിയ വാർത്തകൾ ഇത് സംബന്ധിച്ച് വന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിനകത്തും പുതിയ ഗവൺമെൻറ് വരുന്നതിനകത്തും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനകത്തുമൊക്കെ ഈ വാർത്ത അങ്ങ് മുങ്ങിപ്പോയി. അത് മുങ്ങിപ്പോകാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾ തമിഴ് വംശജരാണെന്നേ. അവർ തമിഴ് സംസാരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പരിഗണിച്ചില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണികൾ ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധവുമായിട്ട് വരേണ്ടതല്ലായിരുന്നു. അവിടെ ഒന്നും സംഭവിച്ചില്ലെന്നേ. ഈ ശാന്തമ്പാറ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ പഞ്ചായത്തിൻ്റെ അധികാരികൾ പറയുന്നത് ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നടപടി മാത്രമാണ്. ഞങ്ങൾ ചെയ്യുവാൻ പോകുന്ന അവിടെയുള്ള 15 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ 6 മാസത്തിനകം ഒരു വീടുണ്ടാക്കി കൊടുക്കും. അതുവരെ താമസിക്കാൻ ഈ 15 കുടുംബങ്ങൾക്ക് വാടകയ്ക്ക് വീടെടുക്കുകയാണെങ്കിൽ 4000 രൂപ അവരുടെ വാടക കൊടുക്കും. പഞ്ചായത്ത് അങ്ങനെ പറഞ്ഞ് കൈയൊഴിഞ്ഞു. നമുക്കറിയാം ഈ പഞ്ചായത്തൊക്കെ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്ര കാലം കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 50ഓളം കുടുംബങ്ങൾ ദീർഘനാളുകളായി 50 വർഷമായി പാർത്തു വരികയാണ്. മാത്രവുമല്ല, ഇവിടെ അവർക്ക് വേണ്ടിയുള്ള അവരാരാധിച്ചിരുന്ന 4 ദേവാലയങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ പൊളിച്ചു മാറ്റി എന്നുള്ളതാണ് രസകരമായ കാര്യം. ഈ പൊളിച്ചു മാറ്റിയ ദേവാലയങ്ങളിൽ ഒന്ന് ഒരു ഹിന്ദു അമ്പലമാണ്. പിന്നീടുള്ള 3 എണ്ണവും പെന്തക്കോസ്ത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണ്. ഒന്നൊരു TPM-ൻ്റെ ചർച്ച്, 2 മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ ആരാധനാലയം, 3ാമത്തേത് ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ഒരു സഭ. ഇങ്ങനെ 3 സഭാ ആരാധനാ ആലയങ്ങൾ കൂടെ ഇവിടെ പൊളിച്ചു മാറ്റിയതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വാർത്ത ഞാൻ അറിയിക്കുമ്പോൾ വളരെ വേദനയോടുകൂടെ പറയട്ടെ, ഈ കാര്യം ഇതുവരെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസികളുടെ ശ്രദ്ധയിലേക്ക് പോലും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഈ 3 ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ട 50ഓളം കുടുംബങ്ങൾ വഴിയാധാരമായിട്ട് ആ കാര്യത്തിലൊന്ന് ഇടപെടുവാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മലയാള ഭാഷ സംസാരിക്കുന്നവരല്ലാത്തത് കൊണ്ട്, തമിഴ് വംശജരായതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടുവാൻ നമുക്കൊരു താല്പര്യവുമില്ല. ഏതായാലും വളരെ നിരാശാജനകമായ, വേദനാജനകമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരണം അവിടെ നിന്നൊരു പാസ്റ്റർ എനിക്ക് നൽകിയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. ഷാരോൺ സഭയുടെ ശുശ്രൂഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ഡേവിഡ് സെൽവം എന്നാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. സാറേ, പ്രൈസ് സാറേ, ഞാൻ പാസ്റ്റർ ഡേവിഡ് സെൽവമാണ്. മൂന്നാറിനടുത്ത്, ഇടുക്കിയിൽ മൂന്നാറിനടുത്ത് പൂപ്പാറ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്നത്. കഴിഞ്ഞ 30 വർഷങ്ങളായി കത്താൻ്റെ വേല ചെയ്തു വരുന്ന അവിടെ. പാസ്റ്റർ, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന സംഭവങ്ങൾ പാസ്റ്റർ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 60 വർഷത്തിന് മേളിൽ അവിടെ സ്ഥാപിതമായിരുന്ന നമ്മുടെ ബദൽ ചർച്ച്, അതുപോലെ മാറാനാഥ ചർച്ച്, TPM ചർച്ച്, അങ്ങനെ 3 സഭകളാണ് ആറ്റുപുറമ്പൊക്കിലാണെന്നുള്ളത് ആരോപിച്ച് ഭരണകൂടം പൊളിച്ചു കളഞ്ഞത്. കൂടാതെ കുറേ 10-40 വീട്ടുകാർ, എൻ്റെ അടുത്ത് കുറേ പേര് വിശ്വാസികളാണ്, പിന്നെ കടകളും അങ്ങനെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം കൂടെ ചേർത്താണ് ഇവരെ പുറയറമ്പത്താണ് എന്ന് ആരോപിച്ച് അവിടെ ദുരിത നിവാരണ നിയമപ്രകാരം നമ്മുടെ വയനാട് ചൂരൽമലയിൽ ഉണ്ടായതായ അപകടം ഇവിടെയും സംഭവിക്കും എന്നുള്ള പേരിലാണ്
ജനങ്ങൾക്ക് ദോഷം വരാൻ പാടില്ല എന്നും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 80 വർഷക്കാലമായിട്ട് എൻ്റെ ഒരു പരിചയത്തിൽ അവിടുത്തെ ആ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ യാതൊരു വിധമായ അപകടങ്ങളോ ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയോ അടുത്ത് ഞങ്ങളുടെ മേളിൽ അടുത്തുള്ളത് ഡാമാണ്. അത് ആനയിറങ്ങൽ ഡാം എന്ന് പറയും. ആനയിറങ്ങൽ ഡാം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ജനം അവിടെ താമസിക്കുന്നുണ്ട്, ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഈ പള്ളികളൊക്കെ അവിടെയുണ്ട്. അന്നേരമൊക്കെ ചെറിയൊരു കൈത്തോട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അതൊരു പന്നിയാർ തോടെന്ന് അറിയപ്പെട്ടത്. നേരത്തെ ഒരു കൈത്തോടായിരുന്നു. അന്നേരമൊക്കെ ജനങ്ങൾ അവിടെ അത്രയും വർഷങ്ങളായിട്ട് താമസിക്കുന്നു. പഞ്ചായത്ത് അവർക്ക് ആവശ്യമായ കറണ്ട് എടുക്കാനുള്ള താൽക്കാലിക നമ്പറും പോസ്റ്റുകളെല്ലാം ഇട്ടുകൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോരാടി കഴിഞ്ഞിടയ്ക്കൊക്കെ റോഡ് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോഡ് താമസിക്കുന്നവർക്ക് റോഡ് വരെ പഞ്ചായത്ത് ഭരണകൂടമൊക്കെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടാണ് പെട്ടെന്ന് വന്ന് പാസ് ഞങ്ങളെ ഒന്നും അവർ പറയുന്നത് 2 വർഷത്തിന് മുമ്പേ നോട്ടീസ് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. 2 വർഷത്തിന് വന്ന് നോട്ടീസ് കൊടുത്തത് സത്യമാണ്. വില്ലേജുകാർ കൊണ്ടുവന്ന് തന്നായിരുന്നു. അന്നേരം അവർ പറഞ്ഞത് കടകളിൽ മേലാണ് നടപടി, വീട്ടുകാരുടെ പേരിൽ നടപടിയൊന്നും ഉണ്ടാകില്ല എന്നാണ് സബ് കളക്ടർ അന്ന് വന്ന് ജനങ്ങളെ കണ്ട് പറഞ്ഞത്. അതിൻ്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. പൂപ്പാറ ന്യൂസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാം. അപ്പം അങ്ങനെ പറഞ്ഞവരാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കി തരണം, ഇത്ര ദിവസത്തിനുള്ളത്. ഞങ്ങൾ പെട്ടെന്ന് കളക്ടറെ പോയി കാണുകയും പഞ്ചായത്ത് അധികൃതരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു കളക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞു. കളക്ടറെ പോയി കണ്ടപ്പോഴത്തേക്കും കളക്ടർ പറഞ്ഞു നിങ്ങൾ കോടതി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു മന്ത്രിസഭയോ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് കോടതിക്ക് പോയപ്പോൾ അവിടുന്ന് 3 മാസത്തേക്കുള്ളതായ സ്റ്റേ ഞങ്ങൾക്ക് അനുവദിച്ചു. അങ്ങനെ സ്റ്റേ അനുവദിച്ചുള്ള സന്തോഷത്തിൽ ഞങ്ങൾ വരികയും രാവിലെ 10 മണിക്ക് അത് ഞങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ സ്റ്റേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നും സ്റ്റേ നിങ്ങൾക്ക് അത് ആ ഓർഡർ നിരോധിച്ചെന്നും പറഞ്ഞുകൊണ്ട് വരികയും പിറ്റേ ദിവസം പെട്ടെന്ന് വന്ന് എല്ലാവരെയും ഇറങ്ങണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇറക്കി ഞങ്ങളെ ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് വീടുകളും പള്ളികളും എല്ലാം പൊളിച്ചു കളഞ്ഞു പക്ഷേ ഇതിൻ്റെ പിന്നിൽ കേരളത്തിൽ ആരും തന്നെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിനെപ്പറ്റി അറിയാമെന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിലൊരു ഇരയാണ്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് നമ്മുടെ ഹല്ലേലൂയയിലെ വീഡിയോസിലൊന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. പാവങ്ങളായതുകൊണ്ടും തമിഴ് വംശജരായതുകൊണ്ടും ഇവർ വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാക്കാതെ അവരുടെ കിട്ടിയ സാധനങ്ങളെല്ലാം വാരിപ്പെറുക്കി ആ സ്ഥലത്ത് നിന്ന് അവർ മാറി അടുത്തുള്ള ഒരു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അഭയാർത്ഥികളായി പാർത്തുകൊണ്ടിരിക്കുക. ഇപ്പം മഴ വരാൻ പോവുക. നമുക്കറിയാം മഴക്കാലത്ത് ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എത്രയാണെന്ന്. അപ്പോൾ അവരൊരു അഭയാർത്ഥികളായിട്ടൊരു കമ്മ്യൂണിറ്റി ഹാളിൽ കിടക്കുമ്പോൾ ഇവിടെ ഒരു നല്ല ഗവൺമെൻറ് VD സതീശൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അവർ ദീർഘനാളുകളായി കേരളത്തിൽ പാർക്കുന്നവരാണ്. അവർ തമിഴ് സംസാരിക്കുന്നവരാണെങ്കിലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ സഹായിക്കുവാൻ നമുക്ക് അടിയന്തരമായി സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുവാനുള്ള സംവിധാനങ്ങളും കൂടെ ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടിയിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നു. എല്ലാവരും ദയവായി ആ വോയിസ് ക്ലിപ്പ് കൂടെ കേൾക്കുക.